നമസ്കാരം. ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ഓഗസ്റ്റ് മാസം 23 മുതൽക്ക് 23 ഞായറാഴ്ചയാണ്, അന്ന് മുതൽക്ക് അടുത്ത ശനിയാഴ്ച 29 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ മേടം മുതൽക്കുള്ള 12 രാശിക്കാരുടെയും സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്തുന്നത്. ആദ്യമായിട്ട് മേടം രാശി നോക്കാം. മേടം രാശി എന്ന് വെച്ചാൽ ഏരീസ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ പാദവും ചേർന്നതാണ് മേടക്കൂറ്. ഇവർക്ക് 5ാം ഭാവത്തിലാണ് സൂര്യനും ബുധനും. ഇത് ബുദ്ധിശക്തി വർദ്ധിക്കുക, ആസൂത്രണ ശേഷി ഉണ്ടാവുക, പുതിയ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ടാവുക, ഇതൊക്കെയും സംഭാവ്യമാണ്. അത് വേണ്ട രീതിയിൽ വിജയിപ്പിച്ചെടുക്കാനും ഇവരെ കൊണ്ട് സാധിക്കുന്നുണ്ട്. വേണ്ടത്ര ഈശ്വരാനുഗ്രഹമുണ്ട്. വ്യാഴം 4ലാണ്. അത് ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് കർക്കിടകത്തിൽ. അത് കൂടുതൽ ഈ ജോലി സ്ഥിരതയിലും ഒക്കെ സഹായിക്കുന്നുണ്ട്. മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുമൊക്കെയുള്ള വിശ്വാസം ആർജിക്കാൻ സാധിക്കും. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരും അതുപോലെ IT മാധ്യമ രംഗം ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നവർ, സാങ്കേതിക മേഖലയിലും നിയമ മേഖലയിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഒരു പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനും വേണ്ടത്ര സഹകരണങ്ങളും പുതിയ പങ്കാളികളെയും ഒക്കെ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ഇതിൽ മിഥുനത്തിലാണ് കുജൻ. അത് വാക്കുകളിലുമൊക്കെ കുറച്ച് സൂക്ഷിക്കണം എന്നുള്ള ഒരു സൂചനയാണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചർച്ചകളിലും മറ്റും കരാറുകളിലും മറ്റൊക്കെ വേണ്ടതായിട്ടുള്ള ചർച്ചകളിലുമൊക്കെ വളരെ വാക്കുകളിൽ മിതത്വം പാലിക്കാനും സംയമനം പാലിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ധനപരമായിട്ട് സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചം തന്നെയാണ്. അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങളും ഒക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ധനപരമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൈനംദിന ചിലവുകൾ വർദ്ധിപ്പിക്കാൻ, കന്നിയിലാണ് ശുക്രൻ, ദൈനംദിന ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. എങ്കിലും അവശ്യ ചിലവുകൾക്ക് വേണ്ടതായിട്ടുള്ള തുക മാത്രം വിനിയോഗിക്കാൻ ശ്രദ്ധിക്കണം. അത് അനാവശ്യ ചിലവുകൾ ധൂർത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ നിക്ഷേപങ്ങൾ ഈ ഒരു സമയത്ത് നടത്താതിരിക്കുകയായിരിക്കും നല്ലത്. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് രേഖാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് വിദഗ്ധോപദേശമൊക്കെ തേടേണ്ടതാണ്. അങ്ങനെയുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ആരോഗ്യം ഒരു പൊതുവെ തൃപ്തികരമായിട്ടുള്ള ആരോഗ്യമാണ്. ഉറക്കക്കുറവ് അങ്ങനെ അതുകൊണ്ടുണ്ടാകുന്ന ചില മാനസിക പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടതായിട്ടുള്ള വിശ്രമം ഒക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് കുടുംബത്തിലുണ്ടാവുക. മാതാപിതാക്കളുടെയും ഒക്കെ പിന്തുണ ഉണ്ടാവും. മക്കളുടെയും ഒക്കെ നേട്ടം ത്തിൻ്റെ വാർത്ത കേട്ട് കുടുംബാംഗങ്ങൾ പരസ്പരം സന്തോഷിക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ആശയവിനിമയം ഒന്ന് വേണ്ട വിധത്തിലാക്കുകയാണെങ്കിൽ ഐക്യം കൂടുതൽ വർദ്ധിക്കുന്നതായിട്ട് കാണാം. വീടുമായിട്ട് ബന്ധപ്പെട്ട ചില ചെറിയ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് സൂര്യമന്ത്രം ജപിക്കുക, സൂര്യനെ ഭജിക്കുക, സൂര്യ നമസ്കാരം ചെയ്യുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള കാര്യമാണ്. ആദിത്യ ഹൃദയ മന്ത്രവും ഒക്കെ അറിയാവുന്നവർ അത് പാരായണം ചെയ്യുന്നത് നല്ലതാണ്. ശിവക്ഷേത്രത്തിൽ പാല് കൊണ്ടുള്ള അഭിഷേകം നടത്തുന്നതും നല്ലതാണ്. ഗോതമ്പ് ദാനം ചെയ്യുക, ഇതൊക്കെ ശ്രേയസ്കരങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്.